ഹലോ, ഇന്ന് നമുക്കൊരു വഴുതനങ്ങ ഫ്രൈ കണ്ടാലോ? നല്ല മീൻ വറുത്ത അതേ ടേസ്റ്റിൽ നമുക്കൊരു വഴുതനങ്ങ ഫ്രൈ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതിലോട്ട് നമുക്ക് ഇഞ്ചി, ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടീസ്പൂൺ കേട്ടോ, ഒക്കെ ഓരോ പീസ് മതിയേ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മസാല റെഡിയാക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച വഴുതനങ്ങയിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല വഴുതനങ്ങ ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫിഷ് വറുത്ത പോലെ അതേ ടേസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസാലയൊക്കെ തിരുമ്മി 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇപ്പം നമ്മുടെ വഴുതനങ്ങയിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 തണ്ട് കരുവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. 2 സൈഡും നന്നായി ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് കർക്കിടക മാസമൊക്കെ ആണല്ലോ, നമുക്ക് ഫിഷ് ഒന്നും കൂട്ടാൻ പറ്റാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അതേ ഫിഷ് കഴിച്ച ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ചോറുകൂടി ഇട്ടിട്ടൊന്ന് കഴിച്ച് നോക്കിട്ടോ. വാവ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ പിടിച്ച് നന്നായിട്ട് ഫ്രൈ ആയി നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്.